ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോയിൽ അട്ടപ്പാടിയിലെ കുറച്ച് കാഴ്ചകളാണ്. ഇവിടെ മണ്ണാർക്കാടിൽ നിന്ന് കുറച്ച് മേലോട്ട് പോയാൽ കാണപ്പെടുന്ന സ്ഥലമാണ് അട്ടപ്പാടി. പല സ്ഥലങ്ങളിൽ നിന്നും ഇതൊരു മണ്ണാർക്കാട് ആ ഭാഗത്തു നിന്നും പല സ്ഥലങ്ങളിലേക്ക് തിരിയുന്നൊരു ജംഗ്ഷൻ കൂടിയാണ് മണ്ണാർക്കാട്. അവിടെ നിന്ന് വന്നിട്ട് നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിലൊരു വഴിയുണ്ട്. അതുപോലെ പാലക്കാട്, വയനാട് ഡിസ്ട്രിക്റ്റ്, അങ്ങനെ എല്ലാത്തിനും ഒരു ജംഗ്ഷനായിട്ടുള്ള സ്ഥലമാണ് മണ്ണാർക്കാട്. അവിടെ നിന്നും കുറച്ച് മുകൾ ഭാഗത്തേക്കായിട്ട് മേലെ ഒരു ചുരം പോലെയാണ് അട്ടപ്പാടിയിലേക്ക് പോകേണ്ടത്. അവിടേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് ബസ് സൗകര്യമുണ്ട്, വാഹനങ്ങളും ഒക്കെ അങ്ങോട്ട് പോകും. ഫസ്റ്റ് വന്നിട്ട് റോഡ് സൗകര്യം വളരെ കുറവായിരുന്നു. അങ്ങോട്ട് റോഡ് കുണ്ടും കുഴിയും ഒക്കെ ആയിട്ട് വളരെ മോശപ്പെട്ടൊരു അവസ്ഥയായിരുന്നു റോഡിനുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ സൗകര്യത്തോടു കൂടി തന്നെ ഗവൺമെൻറ് അതൊക്കെ പണി ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് പോകുന്ന വഴിയിലാണ് അട്ടപ്പാടി എത്തുന്നതിന് മുമ്പ് 2-3 മുക്കാലി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ മുക്കാലി എത്തിയാൽ അവിടെ ചെറിയൊരു ടൗണാണ്. അവിടെ നിന്ന് വന്നിട്ടാണ് പിന്നെ അട്ടപ്പാടി എൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് അവിടെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. മുക്കാലിയിൽ നിന്ന് അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്, സൈലൻറ്റ് വാലി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഉൾഭാഗത്ത് ഇടതുവശത്തൂടെ അങ്ങനെ റോഡ് പോകുന്നുണ്ട്. ആ വഴിയിലൂടെ സൈലൻറ്റ് വാലി എന്ന് പറയുന്നൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. അവിടേക്ക് വന്നിട്ട് ആളുകൾ ഒരുപാട് വരുന്നുണ്ട്. മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ഒക്കെ ആളുകൾ വരുന്നുണ്ട്. ആദിവാസികൾ താമസിക്കുന്ന കൂടുതൽ സ്ഥലമാണ് മുക്കാലി ഭാഗത്തുള്ളത്. മുക്കാലി ചെറിയൊരു ടൗണാണ്. അവിടെ വന്നിട്ട് ഒരു ഹോട്ടല്, അതുപോലെ തന്നെ അങ്ങനെ ചെറിയ ബേക്കറി, അങ്ങനെ 2-3 കടകൾ മാത്രമേ ഉണ്ടെങ്കിൽ പോലും കടകളിൽ ഫുൾ ടൈം ചായ, അവിടെ ഒരു ഹോട്ടലുണ്ട്, ബേക്കറി കട ഉണ്ട്. അതിലെപ്പോഴും ആളുകൾ ഫുള്ളായിരിക്കും. ഓരോ ഭാഗത്തു നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കും. ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഈ കടയിൽ നിന്ന്, ബേക്കറിയിൽ നിന്ന് ചായ കുടിക്കാനായിട്ട് അതിനായിട്ട് വരുന്ന ആളുകൾ ഒരുപാട് ഈ ഭാഗത്തുകളുണ്ട്. മുക്കാലി വന്ന് ജംഗ്ഷൻ ഇറങ്ങി തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഊട്ടി ഭാഗത്തു നിന്നൊക്കെ വന്ന് ജംഗ്ഷന് വന്നിട്ട് ആളുകൾ വന്നിട്ട് ഇവിടെ ഇറങ്ങുന്നുണ്ട്. മുക്കാലി ഇറങ്ങി അവിടെ നിന്നും വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. കാരണം ക്യാൻസർ രോഗികൾക്കുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ ഒരുപാട് അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് സൈലൻറ്റ് വാലി ആ സ്ഥലങ്ങളിലേക്ക് കാണാൻ വേണ്ടിയിട്ടും ഒരുപാട് ആളുകൾ കാറിലും, അതുപോലെ തന്നെ കാറിൽ വരുന്നത് ബെറ്റർ. കാരണം ഇവിടെ മുക്കാലി വന്ന് ഇറങ്ങി അവിടെ നിന്നും കുറച്ച് അങ്ങോട്ട് പോയി അവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസുണ്ട്. അവിടെ നിന്ന് നമുക്ക് പെർമിഷൻ വാങ്ങി ആ പെർമിഷനോട് കൂടിയാണ് ഇവരുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരു വാഹനം തന്നെ അങ്ങോട്ട് വിടുന്നുണ്ട്. ആ വാഹനത്തിലേക്ക് പോകണം. ആ വാഹനത്തിൽ കയറി 5 ആളോ 6 ആളോ എന്തോ ഒരു കണക്കുണ്ട്. അതിനനുസരിച്ച് ആളുകൾ ആയതിനു ശേഷം മാത്രമേ ആ വണ്ടി അവിടെ നിന്ന് പുറപ്പെടുള്ളൂ. സൈലൻറ്റ് വാലി അവിടെ നിന്ന് വന്നിട്ട് ആളുകൾ ആ ടൗണിൽ തന്നെ എപ്പോഴും പാർക്ക് ചെയ്തുകൊണ്ട് 5-6 വണ്ടികളൊക്കെ അവിടെ തന്നെ പാർക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴെങ്കിലും ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇവിടെ നിന്നും പോയി മുക്കാലിയിൽ നിന്നും പോയി ആ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോയിട്ട് അവിടെ നിന്നും ആ 6 ആളുകളെ കയറ്റിയിട്ട് വീണ്ടും പിന്നീടാണ് സൈലൻറ്റ് വാലി അതിൻ്റെ ഉൾഭാഗത്തേക്ക് പോകുന്നത്. ഉള്ളിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അത് പോകുന്നത് ഒരു പ്രത്യേകതരം ഫീല് തന്നെയാണ്. ഡെഫിനറ്റായിട്ട് ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അവിടേക്ക് പോകല് അത്യാവശ്യമാണ്. ആ ഭാഗത്തുകൂടെ ഒക്കെ കാണുന്ന കാഴ്ചകളൊക്കെ ആദിവാസികളുടെ സ്ഥലങ്ങളാണ്. ആദ്യം മുതൽ കാലങ്ങൾ തന്നെ അവരാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ ഒരുപാട് മലയാളീസ് ഒക്കെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഇപ്പോൾ അവിടെ കുടിയേറി ഇപ്പോൾ പൊതുവെ ആയ ഒരു സ്ഥലമായി. ആദിവാസികൾ കുറച്ച് മേലെ ഭാഗത്തേക്കാണ് കൂടുതലായി കാട് പ്രദേശത്ത്, ഈ മുക്കാലി ടൗണിൽ നിന്നും കുറച്ച് കാട് മേഖലയിലാണ് അവർ കൂടുതലായിട്ട് ജീവിച്ചിരിക്കുന്നത്. അവിടെയാണ് കുറച്ച് കാലം മുമ്പ് മധു എന്നൊരാൾ മരണപ്പെട്ടത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ്. അവിടെ അദ്ദേഹം എന്തോ കട്ടെടുത്തു എന്ന് പറഞ്ഞ ആളുകളൊക്കെ അവരെയൊക്കെ അടിച്ച് കൊന്നതാണ് അദ്ദേഹം മരണപ്പെട്ട് ഇപ്പോൾ കുറ്റവാളികൾക്ക് ശിക്ഷയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മധുവിൻ്റെ കാരണം കൊണ്ട് മുക്കാലി അട്ടപ്പാടി എന്ന സ്ഥലം വളരെ ഒരു ഫേമസ് ആയിരുന്നു. ഒരുപാട് ഗവൺമെൻറ് ഓഫീസേഴ്സ് വന്ന് വിസിറ്റിങ് ചെയ്യുന്നു ഇവിടെ. ഇപ്പോഴത്തെ ഷൂട്ടിങ്ങിന് ആളുകൾ ചില സമയത്ത് വരാറുണ്ട്. ഷൂട്ടിംഗ് സ്പോട്ടായിട്ട് അവിടെ ചില സ്ഥലങ്ങളിലൊക്കെ അവരെടുക്കാറുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് തന്നെ, ഊട്ടി ഭാഗത്തേക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഊട്ടി ഭാഗത്തേക്കും ഇവിടെ നിന്ന് പോകുന്നുണ്ട്.